CBI സീരീസിന്റെ അവസാന ഭാഗം സേതുരാമയ്യരുടെ ഭാര്യയായി ശോഭന. എന്താ സംശയം തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ അണിയറയിൽ കേൾക്കുന്നത്. CBI 5ാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. CBI 5ാം ഭാഗത്തിന്റെ അണിയറയിലാണ് മമ്മൂട്ടി ഇപ്പോൾ ഉള്ളത്. കൊച്ചിയിലാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. CBI സീരീസിലെ അവസാന ഭാഗമായിരിക്കും ഇതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. CBI സീരീസിൽ ഇനിയൊരു സിനിമ ഉണ്ടാകില്ലെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. CBI സീരീസിന് 5ാം ഭാഗം വേണമെന്ന് മമ്മൂട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പോൾ സാധ്യമാകാൻ പോകുന്നത്. അതേസമയം സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിർണായക വിവരവും പുറത്തു വരുന്നുണ്ട്. CBI 5-ൽ മലയാളത്തിന്റെ എവർഗ്രീൻ നടി ശോഭന അഭിനയിക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. CBI 5-ൽ ശോഭനയും ഉണ്ടെന്നാണ് ആരാധകരും സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയോടൊപ്പം നിൽക്കുന്ന ചിത്രം ശോഭന ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടുകൂടിയാണ് പുതിയ ചോദ്യങ്ങൾ എങ്ങുനിന്നും ഉയർന്നു വന്നത്. നായകനെ സന്ദർശിച്ചു, ഒരു ആരാധികയുടെ നിമിഷം എന്ന ക്യാപ്ഷനോടെയാണ് ശോഭന മമ്മൂട്ടിക്കൊപ്പമുള്ള തന്റെ പുതിയ ചിത്രം പങ്കുവച്ചിരിക്കുന്നതിന് കൊടുത്തിരിക്കുന്നത്. ഇതുവരെയുള്ള CBI സീരീസിൽ കാണിക്കാത്ത മമ്മൂട്ടിയുടെ ഭാര്യയായിട്ടാണോ ശോഭന എത്തുന്നത് എന്ന ചോദ്യമാണ് ആരാധകർ ചോദിക്കുന്നത്. അവസാന ഭാഗമായതിനാൽ ഇതുവരെ കാണിക്കാത്ത സേതുരാമയ്യരുടെ ഭാര്യയായി ശോഭനയെ കാണിക്കുമെന്നാണ് ആരാധകർ ഊഹിക്കുന്നത്. എന്തായാലും സേതുരാമയ്യരുടെ ഭാര്യയായി ശോഭന എത്തിയാൽ അത് പ്രേക്ഷകർക്ക് ഇരട്ടി മധുരമാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. CBI എന്ന് കേട്ടാൽ മലയാളിക്ക് ആദ്യം ഓർമ്മ വരിക മമ്മൂട്ടിയെ തന്നെയാണ്. CBI സീരീസിലെ എല്ലാ സിനിമകൾക്കും മലയാളത്തിൽ ഏറെ ആരാധകരുണ്ട്. ഒരു CBI ഡയറക്കുറിപ്പ്, ജാഗ്രത, സേതുരാമയ്യർ CBI, നേരെറിയാൻ CBI എന്നിങ്ങനെ 4 ഭാഗങ്ങളായാണ് ഇതുവരെ ഇറങ്ങിയിരിക്കുന്നത്. CBI സീരീസ് 5ാം ഭാഗത്തിന്റെ അണിയറയിൽ മമ്മൂട്ടിയും തിരക്കഥാകൃത്ത് SN സ്വാമിയും സംവിധായകൻ K മധുവും ഒന്നിച്ചപ്പോൾ അതൊരു ലോക റെക്കോർഡായി മാറിക്കഴിഞ്ഞു. ഒരേ സിനിമ, ഒരേ കഥാപാത്രം, ഒരേ നായകൻ, ഒരേ സംവിധായകൻ, ഒരേ തിരക്കഥാകൃത്ത്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന അത്ഭുതകരമായ പ്രതിഭാസം തന്നെ. CBI ഉദ്യോഗസ്ഥനായി തകർത്തഭിനയിച്ച മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് സേതുരാമയ്യർ എന്നാണ്. ഈ കഥാപാത്രത്തിന് പ്രത്യേക ശൈലിയും ഭാഷയുമുണ്ട്. കൈപ്പിറകിൽ കെട്ടിയുള്ള മമ്മൂട്ടിയുടെ നടപ്പും അളന്നുകുറിച്ചുള്ള ഡയലോഗ് ഡെലിവറിയും എല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. CBI ഉദ്യോഗസ്ഥൻ ഒരു പട്ടൊരു കഥാപാത്രമാകട്ടെ എന്ന് തീരുമാനിച്ചത് തന്നെ മമ്മൂട്ടിയാണ്. CBI ഉദ്യോഗസ്ഥന്റെ കഥാപാത്രത്തിന് തിരക്കഥാകൃത്ത് SN സ്വാമി ആദ്യം ഇട്ടിരുന്ന പേര് അലി ഇമ്രാൻ എന്നായിരുന്നു. എന്നാൽ മമ്മൂട്ടിയാണ് ഈ ചിത്രത്തിന് അത്തരത്തിലൊരു പേര് കഥാപാത്രത്തിന് യോജിക്കില്ല എന്ന് പറഞ്ഞ് SN സ്വാമിയെ കൊണ്ട് ബോഡി ലാംഗ്വേജ് അടക്കം കാണിച്ചു കൊടുത്തുകൊണ്ട് പേര് വരെ നിശ്ചയിച്ചു കൊടുത്തത്. SN സ്വാമി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ഏതായാലും വലിയ പ്രതീക്ഷകളാണ് ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2022-ലെ ഷുവർബെറ്റ് മലയാളം ഹിറ്റ് ചിത്രമായി തന്നെ ഇപ്പോൾ തന്നെ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സേതുരാമയ്യർ CBIയുടെ 5ാം ഭാഗം. ഈ സേതുരാമയ്യർ CBI എന്താണ് 5ാം ഭാഗത്തിൽ കാട്ടിക്കൂട്ടുക എന്ന് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇതുവരെ കാണാത്ത അർത്ഥതലങ്ങളുള്ള ഒരു സിനിമ കൂടിയായിരിക്കും ഈ സിനിമ എന്നാണ് സംവിധായകനും SN സ്വാമിയും എല്ലാം തന്നെ പറയുന്നത്. സംവിധായകൻ K മധുവും തിരക്കഥാകൃത്ത് SN സ്വാമിയും നമുക്ക് മുന്നിൽ എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പോലും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വരുന്നത് വരെ ഇത് അക്ഷമരായി കാത്തിരിക്കാൻ തന്നെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം തന്നെ വലിയ നിർദ്ദേശങ്ങളാണ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും ഒക്കെ കൊടുത്തിരിക്കുന്നത്. മമ്മൂട്ടിക്ക് മാത്രമാണ് കഥ പൂർണ്ണമായി അറിയുക, അദ്ദേഹത്തിനാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പുറമെ നിന്ന് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകം അനുവാദം വാങ്ങിയവരല്ലാതെ ആരും തന്നെ സിനിമ ലൊക്കേഷനിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതെയാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം രഹസ്യാത്മകത ഈ സിനിമയ്ക്ക് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്ക് മേലുള്ളത്. സിനിമയുടെ രഹസ്യ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ മറ്റൊരു സസ്പെൻസ് ത്രില്ലർ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന് തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഏവരും ഞെട്ടുന്ന ഒരു ക്ലൈമാക്സ് തന്നെയായിരിക്കും ഈ സിനിമയുടെ തന്നെയാണ് SN സ്വാമി പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഈ അഭിമുഖങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ചിത്രത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് തവണ ക്ലൈമാക്സ് മാറ്റി എഴുതി എന്നാണ്. ഏതായാലും കാത്തിരിക്കാം. ഈ സിനിമ തിയേറ്ററിൽ വരികയും വൻ വിജയമായി മാറുകയും ചെയ്യട്ടെ. സേതുരാമയ്യർ 5-ൽ നിർത്താതെ വീണ്ടും അദ്ദേഹത്തിന്റെ പടയോട്ടം തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.